അദ്ദേഹം ഒരിക്കലും അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. അപ്പോൾ അങ്ങനെയൊക്കെ എന്തുമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും. അവർ WCC തുടങ്ങിയപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അവർ ഞങ്ങളെ അതിലോട്ട് വിളിച്ചില്ല. ഇത് ഈ WCC തുടങ്ങുന്ന സമയത്ത് മമ്മൂക്കയാണ് ആദ്യം പറയുന്നത്, അതേ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഘടന തുടങ്ങുക, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ്. മമ്മൂക്ക അതിന് സപ്പോർട്ട് തന്നയാളാണ്. ഇവർ പുറത്ത് പോയിട്ട് ഒരു സംഘടന രൂപീകരിച്ചിട്ട് ഇവർ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു പെണ്ണിൻ്റെ കണ്ണുനീര് ഒപ്പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇവർ എന്തെങ്കിലും കാര്യത്തിൽ മുൻകൈ എടുത്തിട്ടില്ല. എന്നിട്ട് ആൾക്കാർ ആവശ്യത്തെ കമൻസും, ഇങ്ങനെയാണോ സിനിമയിൽ ഇവരൊക്കെ സിനിമാ നടികളൊക്കെ ഇങ്ങനെയാണോ ആയത്. നല്ല സമയത്ത് നമ്മളെ വാഴ്ത്താനും സ്തുതിക്കാനും ആൾക്കാരുണ്ട്. നമുക്കൊരു വീഴ്ച വന്നാൽ നമ്മളെ താങ്ങാൻ എന്ത് പവർ ഗ്രൂപ്പ്, ഞങ്ങളുടെ ഉള്ളൊരു പവർ ഗ്രൂപ്പും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പവർ ഗ്രൂപ്പ് ഞങ്ങളുടെ മമ്മൂക്കല്ല ലാലേട്ടനോ. ഇതൊക്കെ ന്യൂസ് വരുന്നതല്ലേ വെളിയിൽ, എല്ലാവരും രണ്ട് തട്ടില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അതിജീവിത എന്ന് പറയുന്നതോടൊപ്പം തന്നെയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് തെളിവ് സഹിതം കൊണ്ടുവന്ന് തെളിയിച്ച് ആള് കുറ്റക്കാരനാണെന്ന് തെളിയിക്കണം. തെളിയിച്ചാൽ അന്ന് നമ്മൾ വേണമെങ്കിൽ ചെരുപ്പിട്ട് അടിക്കും. ലാലേട്ടന് ഇങ്ങനെ സമ്മർദ്ദം കൂടുന്ന ഇത്രയും കാലങ്ങളിൽ അമ്മയിലുണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ലാലേട്ടനൊന്നും ഒട്ടും ഇഷ്ടമല്ല പ്രസിഡൻ്റായിട്ടിരിക്കാൻ. സ്ത്രീകൾക്ക് സംസാരിക്കാൻ എപ്പോഴും അമ്മ ഒരു എപ്പോഴും തരും. ആരും കയറി ഒന്നും പറയില്ല. അങ്ങനെ ഒരു ദിവസം ആ കൂട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, അതെനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ട് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തു. പാർവതി തിരുവോത്ത് വന്ന് പറഞ്ഞു, ബാത്റൂമിൻ്റെ ഇതിൻ്റെ കാര്യം പറയുന്നു. ആ കൊച്ചു ഇറങ്ങി ഞാൻ പറഞ്ഞു, മോളെ നന്നായിട്ടുണ്ട് കേട്ടോ നീ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു. ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ എല്ലാവരും ഉണ്ടാകാത്തവരൊന്നും ആരും ഇല്ലെന്നേ. അതിനെ ധരണം ചെയ്യണം. അപ്പം ഞങ്ങൾ ഇത്രയും 222 സ്ത്രീകളുണ്ട്. ഞങ്ങളെ ആരെയും ഒരു കമ്മീഷനും വിളിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒന്നും ഒരു അഭിപ്രായം ആരും എടുത്തിട്ടുമില്ല. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഫെഫ്കയിൽ നിന്ന് ആഷിഖ് കപൂർ രാജിവെക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന നമ്മുടെ തൊഴിലാളി സംഘടന ഫെഫ്ക കംപ്ലീറ്റ് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു വരികയും ഒക്കെ ചെയ്യുന്ന ഇൻസിഡൻസ് ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഫെഫ്കയിൽ നിന്ന് അദ്ദേഹം ഇന്നലെ രാജിവെച്ചിട്ടുണ്ടായിരുന്നു. വാർത്ത കണ്ടായിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകൾ, അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പം ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള നിലപാടുകൾ തുറന്ന് പ്രകടിപ്പിച്ച വ്യക്തി എന്നുള്ള രീതിയിലാണ് ഇപ്പം സിനിമ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇപ്പം നമ്മളൊക്കെ ഓർത്തോ അദ്ദേഹം പാർട്ടി അനുഭാവി ആയതുകൊണ്ടായിരിക്കാം എല്ലാം അങ്ങനെ പറയുന്ന ഓർത്ത ഒരു ജനതയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ ആഷിഖ് കപൂറിൻ്റെ ഇപ്പോഴത്തെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അദ്ദേഹം ആ പാർട്ടിയിലുള്ള ആൾക്കാരുടെ കുറ്റങ്ങൾ തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. ആ ഒരു പക്ഷേ അദ്ദേഹത്തിന് വിമർശിച്ചിരുന്നവർക്ക് വരെ ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ് സിനിമ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മന്ത്രിക്കെതിരെ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഈ ലൊക്കേഷനിലൊക്കെ എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ ചർച്ചയാവുന്നുണ്ടോ? അല്ലെങ്കിൽ ടോപ്പിക്കുകൾ നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴുള്ള ചർച്ചകളൊക്കെ? അയ്യോ ഇത്രയും നല്ലൊരു മനുഷ്യൻ, എന്താ ഒരു ഫ്രീഡം നമുക്ക് തരുന്നത്. എന്നെ ഈ സിനിമയിലോട്ട് വിളിച്ചത് ആഷിക്ക. എന്നെ ഈ സിനിമയിലോട്ട് ആഷിക്ക് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് വിളിച്ചത്. അപ്പോൾ കഥ ആ ഇതിനകത്തെ കഥ പറഞ്ഞ എന്നോട് പയ്യന ഒരു 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 സ്കെച്ച് മാത്രമേ തന്നുള്ളൂ. പൂർണ്ണരൂപം എന്നോട് പറയുന്നത് ശ്യാം പുഷ്കറ. അവിടെ ചെന്നതിന് ശേഷം ശ്യാം പുഷ്കറും മറ്റേ പയ്യന്മാരും ഒക്കെ കൂടി ഇരുന്നിട്ടാണ് എല്ലാ കഥയും പറയുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സെറ്റിൽ പുള്ളി പുള്ളി ക്യാമറാമാനും കൂടിയായിരുന്നു, ഡയറക്ഷൻ മാത്രമല്ല. പുള്ളി അതിലായിരുന്നു ഫോക്കസ്. കാണുമ്പോൾ നമ്മളോട് ഹായ് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ചേച്ചി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഞങ്ങളൊക്കെ കണ്ട് സംസാരിച്ചാൽ ഭയങ്കര ജോളിയായിരുന്നു പുള്ളി. ഇതിനെപ്പറ്റി ഒരു വർത്തമാനമോ അല്ലെങ്കിൽ വേറൊരു ചർച്ചകളോ ഒന്നും നമ്മുടെ സെറ്റിലില്ല. സിനിമയുടെ ഭാഗങ്ങളായിരുന്നു എല്ലാം. എത്രയും നല്ല, എനിക്ക് എത്രയും നല്ല എന്താ പറയുക, നമ്മളൊക്കെ അതുപോലെ കെയർ ചെയ്തു അവിടെ ആ സെറ്റിൽ. നമ്മൾ ഫുഡ് കഴിച്ചോ, നമുക്ക് എന്താ കുഴപ്പം, നമുക്ക് എന്തെങ്കിലും അർച്ചക്ക് പ്രോബ്ലം ഉണ്ടോ, അതൊക്കെ ആ സെറ്റിൽ ഭയങ്കര കെയറിങ് ആയിരുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നി ആ സെറ്റിൽ. എല്ലാവരും ഞാൻ പറയാം, നമ്മളെയൊക്കെ ഒരു കുഞ്ഞു പിള്ളേരെ നോക്കുന്ന പോലെയൊക്കെയാണ് നമ്മൾ ചേച്ചി വീടല്ലേ, തട്ടി വീടല്ലേ, ഞാൻ കുഞ്ഞു കൊച്ചാണോ ഞാൻ ചോദിച്ചു. ഒരു ദിവസം ഒരു പയ്യൻ വന്നു, ചേച്ചി വീടല്ലേ, അവിടെ പടിയുണ്ട്, അവിടെ ഇച്ചിരി വീടല്ലേ എന്നും പറഞ്ഞിട്ട്. കാരണം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണല്ലോ, ഒരുപാട് വേരും മരത്തിൻ്റെ വേരും എല്ലാം ഉണ്ടല്ലോ. അപ്പം നമ്മൾ വരുമ്പോൾ പിള്ളേരുകൾ പറയുക വീടല്ലേ, പതുക്കെ വരണേ, വീടല്ലേ, ചായ വേണോ കാപ്പി വേണോ, എല്ലാം പക്കയായിരുന്നു അവിടെ. ഒന്നിനും ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഒന്നുമില്ല. സ്നേഹത്തിനും ഒരു കുറവുണ്ടായില്ല, ട്രീറ്റ്മെൻറ്റും കുറവുണ്ടായില്ല, എല്ലാം നല്ല രസമായിരുന്നു. എനിക്ക് നല്ലതാണ്. എനിക്ക് എപ്പോഴും അതിന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പറയുമ്പോൾ എനിക്ക് ആ ഇഷ്ടം മനസ്സിലോട്ട് വരുന്നേ. മനസ്സ് നിറഞ്ഞ് ഞാൻ പറയുക. ഈ അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ ഒരു സെറ്റ് ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ ട്രീറ്റ്മെൻറ്റ്, സൂപ്പർ സെറ്റ്, സൂപ്പർ. അത് ഞാൻ പറഞ്ഞ സ്നേഹമാണെങ്കിലും ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും എല്ലാം മനസ്സ് നിറഞ്ഞ് കിട്ടിയ കാര്യങ്ങളാണ്. ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, നമുക്ക് കാരണങ്ങൾ വിടാം. നടന്ന സമയം ഇപ്പോൾ ഹേമ കട്ടി ആ റീസൺസ് ഒക്കെ മാറി നിൽക്കട്ടെ. കൂട്ടരാജി ശരിയായെന്ന് തോന്നുന്നുണ്ടോ അമ്മയുടെ മെമ്പർ എന്നുള്ള രീതിയിൽ? അതിൻ്റെ എന്ത് കാരണം ആയിക്കോട്ടെ, നമുക്ക് സംസാരിക്കണ്ട, അതെന്ത് കാരണം ആയിക്കോട്ടെ.
ഒരു എല്ലാവരും രാജിവെച്ച് മാറുന്നു, അതൊരു പലരും രണ്ട് തട്ടിലാവുന്നു, അതൊക്കെ ശരിയായെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ന്യൂസ് വരുന്നതല്ലേ വെളിയിൽ. പിന്നെ എന്താ പറയുക, എല്ലാവരും രണ്ട് തട്ടില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. പിന്നെ കൂട്ടുരാജ്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ സമ്മർദ്ദം, ലാലേട്ടന് ഇങ്ങനെ സമ്മർദ്ദം കൂടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ഇത്രയും കാലങ്ങളിൽ അമ്മയിലുണ്ടായിട്ടില്ല. വേറെ ഒരു ഇഷ്യൂ വന്നിട്ട് പോലും ലാലേട്ടനാണ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ലാലേട്ടനൊന്നും ഒട്ടും ഇഷ്ടമല്ല പ്രസിഡൻ്റായിട്ടിരിക്കാൻ. ഇതൊക്കെ അമ്മയിലുള്ളവരൊക്കെ എത്രയോ ആൾക്കാർ നിർബന്ധിച്ചിട്ടാണ് നമ്മൾ ആ സ്ഥാനത്തൊക്കെ ലാലേട്ടൻ ഇരിക്കുന്നത്. പിന്നെ എല്ലാവരും ഒരു ധാരണ എന്ന് വെച്ചാൽ അമ്മ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിചാരം എന്ന് വെച്ചാൽ പബ്ലിക്കിൻ്റെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലും അവർക്കറിയില്ല, എല്ലാവരും വർഷത്തിൽ വന്ന് അങ്ങോട്ട് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് കൂടുക. അപ്പോൾ അതിനകത്തായിരിക്കും ഫിലിമിൻ്റെ ഡിസ്കഷനും ആരൊക്കെ വേണമെന്നും എന്തൊക്കെ വേണമെന്നും അതിൽ നടക്കുന്ന. എൻ്റെ പൊന്നെ, ഇതൊന്നുമല്ല. നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗദറിന് പോകത്തില്ലേ, അവിടെ പോയി നമ്മുടെ എന്നാ കൊണ്ട് പൊന്നമ്മ എത്ര നാളായി കണ്ടിട്ട്, അവരെന്നാ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ, എന്തിട്ട് സുഖമാണോ, നമ്മൾ കണ്ട എല്ലാവരും അവിടെ ഒരു താരപരിവേഷമില്ല. അവിടെ ഞാൻ വലിയ സൂപ്പർ സ്റ്റാറാണ്, നീ കൊച്ചു നടിയല്ലേ, അങ്ങനെയൊന്നുമല്ല. അങ്ങ് അറ്റം വരെയുള്ളവർ പോലും സ്നേഹമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സുഖമാണ് അങ്ങനെ ഇരിക്കുന്നത്. അവരുടെ വിഷമങ്ങൾ പരസ്പരം അങ്ങോട്ട് പറയുന്നു. പിന്നെ സ്ത്രീകൾക്ക് സംസാരിക്കാൻ എപ്പോഴും അമ്മ ഒരു എപ്പോഴും തരും. ആരും കയറി ഒന്നും പറയില്ല. പറയില്ല. ഓക്കെ. എപ്പോഴും പറയും. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ വന്നിട്ട്. അങ്ങനെ ഒരു ദിവസം ആ കൂട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, അതെനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ട് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തു. പാർവതി തിരുവോത്ത് വന്ന് പറഞ്ഞു. പാർവതി തിരുവോത്ത് അമ്മയുള്ള സമയത്താണ് ബാത്റൂമിൻ്റെ ഇതിൻ്റെ കാര്യം പറയുന്നത്. ആ കൊച്ചു ഇറങ്ങി ഞാൻ പറഞ്ഞു, മോളെ നന്നായിട്ടുണ്ട് കേട്ടോ നീ പറഞ്ഞ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അത് നമ്മുടെ മൈൻഡിലേ പോകാത്തൊരു കാര്യമായിരുന്നു. ക്യാരവൻ ഫെസിലിറ്റീസ് നായകന്മാർക്കല്ലാതെയും കൂട്ടത്തിൽ ചെയ്യുന്ന സഹ ആർട്ടിസ്റ്റുകൾക്ക് ബാത്റൂമിൽ പോകുന്ന സെറ്റപ്പ് ഉണ്ടാവണം എന്ന രീതിയിൽ ആവശ്യം ഉന്നയിച്ചായിരുന്നു. അത് ചെയ്യാം, നമുക്ക് പരിഗണിക്കാം, നമുക്ക് തീർച്ചയായും ചെയ്യാം. നമ്മുടെ അപ്പം ആൻസറും കൊടുത്തു. അതിനുശേഷം എല്ലാ സെറ്റുകളിലും 2, 3, 4 ക്യാരവൻ ഇതിലുണ്ട്. ഞാൻ ചോദിക്കുന്ന നായികമാരാണെങ്കിലും ക്യാരക്ടർ റോൾ ചെയ്യാനും ഒരു കുട്ടിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ ജസ്റ്റ് അവരോടൊന്ന് പൊക്കോ, നിങ്ങൾ കയറി പൊയ്ക്കോ എന്ന് പറയാം. ഇപ്പം ഞാനൊരു ക്യാരവൻ ഇരിക്കും, ഒരാളൊന്ന് ചെറിയാണ്, ഞാൻ പറഞ്ഞു ശരി പൊയ്ക്കോ, അതിനെന്താ പോട്ടെ. ആവശ്യം എല്ലാവർക്കും ഒരുപോലെയല്ലേ, വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയല്ലേ എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ അവിടെ അതാണോ അതിനകത്ത് നമ്മൾ ഈ സംഘടനയിൽ ചെയ്യുന്ന കാര്യം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കുറച്ച് പടമൊന്നും ഇല്ലാതെയും വയസ്സായ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് കുറച്ച് നമ്മളൊരു കൈനീട്ടം പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് വർഷം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 5 ലക്ഷമുണ്ട്. അത് നമുക്ക് പൈസ ആദ്യം അടയ്ക്കണ്ട. അത് പിന്നെ പേയ്മെൻറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ ബില്ല് എത്തിക്ക് പോന്നാൽ മതി. അപ്പം തന്നെ അത് ക്യാഷ്ലെസ്സാണ്. അപ്പോൾ ഇതിലാക്കിയിട്ടിരിക്കുന്നത് അതിൽ 5 ലക്ഷം അവർക്ക് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ എന്താണ് 1.5 കോടി എങ്ങാണ്ട് വർഷത്തിൽ അടയ്ക്കണം അതിൻ്റെ പൈസ എല്ലാവർക്കും എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എല്ലാവരും ഇതവരാ ചെയ്യുന്നത്, അമ്മയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ പുറത്തോട്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അവർ. പിന്നെ പല കാര്യങ്ങളും അമ്മ ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യാൻ പറ്റുന്നത് ആ അമ്മയ്ക്ക് ആ സംഘടനയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഷോ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ ചെയ്യാത്ത റോളുണ്ടോ? ലാലേട്ടൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നത്. ലാലേട്ടൻ ഒരു പടത്തിൽ അഭിനയിച്ചാൽ കിട്ടും, അതിലും ഞങ്ങൾക്കാകെ കിട്ടുന്നത് 3 കോടിയാണ്. ഞങ്ങൾ ഈ അംഗങ്ങളെല്ലാം പോയി ചെയ്തതിൻ്റെ കിട്ടുന്ന ഷോ കിട്ടുന്നത്. ലാലേട്ടൻ ഒരു പടത്തിൽ മാത്രം പോയി അഭിനയിച്ച ലാലേട്ടൻ കിട്ടുന്ന എത്ര കോടി? എന്തിനാ ലാലേട്ടൻ വന്ന് അത്രയും പാട്ട്, ഡാൻസ്, സ്കിറ്റ്, എന്തെല്ലാം കെട്ടാത്ത വേഷമുണ്ടോ, കെട്ടാത്ത റോളുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ അമ്മ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അപ്പം ആ സംഘടനയെ നയിക്കാൻ ഒരാളെന്ന് പറയുമ്പം ഇപ്പോഴത്തെ സംബന്ധിച്ച് നമുക്ക് മമ്മൂക്ക ലാലേട്ടനാണ്. അതിൻ്റെ തലപ്പത്ത് അവരാണ്. ഒരു ഷോയുടെ നിങ്ങളിപ്പോൾ കൗമുദി ചാനൽ വന്ന് ഒരു ഷോ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ മോഹൻലാലാണ് ആ നേതൃസ്ഥാനം, മോഹൻലാലിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കതിന് കുറച്ചും കൂടെ മാർക്കറ്റായി. അതിൻ്റെ തലപ്പത്ത് വേറെ ഒരാളാണ് വന്നിരിക്കുന്നെങ്കിൽ ആ മാത്രവും മാർക്കറ്റ് അതിൽ വരില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടാണ്. അതൊന്നും ഞാൻ പറഞ്ഞു, ലാലേട്ടനായാലും മമ്മൂക്കായാലും അവർക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല വന്നിരിക്കാൻ. അവർക്ക് എന്തിനാ ടെൻഷൻ? എനിക്ക് അങ്ങക്ക് വയ്യ.
ഒരു കാര്യം വന്നാൽ ഉടനെ ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ ഉടനെ ഓടി എത്തുന്ന അങ്ങോട്ടാണ് എത്തുന്നത്. അത് സമയത്ത് അവർ ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ച് ആറാം തമ്പുരാനിലോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് അഭിനയിച്ച പടത്തിലൊക്കെ അഭിനയിച്ച പടത്തിൻ്റെ പേരിലാണ് മോഹൻലാൽ ലാൽ സാർ എന്തെങ്കിലും സമാധാനം പറയണമെന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. പക്ഷേ അവിടെ പോലും ഒന്നും പുള്ളിക്ക് പറയേണ്ടി ഇതുവരെ വന്നിട്ടില്ല. അതിനൊന്നും പുള്ളി അഭിമുഖീകരിച്ചിട്ടില്ല. വന്നിരിക്കുന്നത് ഈ അമ്മയുടെ പ്രസിഡൻ്റായി എന്ന് പറഞ്ഞ ഒരു സ്ഥാനത്ത് ഇരുന്നിട്ടാണ് എല്ലാവരും കൂടെ എന്താ പറയുന്നത് ഇങ്ങനെ ക്രൂശിക്കാൻ നോക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം എല്ലാ കാര്യങ്ങളും. ആരോടാണ് ഇപ്പം നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ എന്താ പറയണേ, സത്യസന്ധമായിട്ട് നല്ലതായിട്ട് കൊടുക്കണം. പ്രേക്ഷകരുടെ ഇടയിലോട്ട് നല്ലതായിട്ട് കൊടുക്കണം. നമ്മൾ പഠിക്കണം എന്താണ് എന്തിനെപ്പറ്റി, എന്താണ് കാര്യം, എന്തെല്ലാം കാര്യം. തെറ്റ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതിജീവിത എന്ന് പറയുന്നതോടൊപ്പം തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് തെളിവ് സഹിതം കൊണ്ടുവന്ന് തെളിയിച്ച് ആൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കണം. തെളിയിച്ചാൽ അന്ന് നമ്മൾ വേണമെങ്കിൽ ചെരുപ്പിട്ട് അടിക്കും. തെളിവ് ഉണ്ടായി തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ. ഇങ്ങനെ തെളിവില്ലാതെയാണ് ഇത് തെളിവല്ല, ഇത് ഇങ്ങേർക്കുള്ള കുറ്റാരോപണമാണ്, ഇങ്ങേരെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇവർ വന്നെങ്കിൽ തക്കതായ ശിക്ഷ ഇവർക്കും കൊടുക്കണം. കാരണം നമ്മുടെ ചരിത്രത്തിൽ രാഷ്ട്രീയപരമായിട്ടും അല്ലാത്തവരെയും ഇങ്ങനെയുള്ള തട്ടിയിൽ നിന്ന് കുറേ ആൾക്കാർ വന്ന് മോശപ്പേരുണ്ടാക്കി കൊടുത്തിട്ടും മോശപ്പേരുണ്ടായി ആരുടെ കരിയർ നശിപ്പിച്ചിട്ട് ഇവർക്കൊരു ശിക്ഷ ഉണ്ടായിട്ടില്ല. ആ നടപടിക്കെതിരെ ശിക്ഷ വേണം. സത്യം അറിയുമ്പോൾ പിന്നീട് പെട്ടെന്നായിരിക്കും. പിന്നെ സത്യം അതാ ഞാൻ പറയണേ. ഒരാൾക്ക് നമ്മളെന്തെങ്കിലും അറിഞ്ഞ ഉടനെ അതിനെ കയറി റിയാക്ട് ചെയ്യാതെ അതെന്താണ് സത്യം അത് മനസ്സിലാക്കി ചെയ്യുക. പിന്നെ ഇപ്പോൾ വെച്ചാൽ ഒന്ന് വെച്ചാൽ നമ്മൾ 20 വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങൾ 10 കൊല്ലം മുമ്പ് ചെയ്ത കാര്യത്തിന് ഇപ്പോഴല്ല അപ്പം കൊടുക്കണം മറുപടി. ഒരു പെണ്ണ് നോ പറയേണ്ട അടുത്ത് നോ എന്ന് പറയുന്നിടത്ത് അവിടെ തീരും. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോയി ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞേ? ഏതെങ്കിലും സ്ഥലത്ത് ഗവൺമെൻറ് ജോലിയിലോ പുറത്ത് എവിടെയെങ്കിലും കാനഡ, ലണ്ടൻ, USA അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോയാണ് ജോലി ചെയ്യുന്നത്. അത്രയും സുരക്ഷിതത്വമായ സ്ഥലമാണ് സിനിമ. അച്ഛനും അമ്മയും കൂടെ കൊണ്ടുവന്ന് ചെയ്യാം. ഇനി അഥവാ അച്ഛനും അമ്മയും കൂടെ കൊണ്ടുവന്ന് ഒരു കൊച്ചിന് സഹിക്കാൻ പറ്റാത്തതാണ്, പറ്റില്ല, നോ, പോടോ, ഞാൻ വിദ്യാസമ്പന്നയായ എനിക്കിതല്ലെങ്കിൽ വേറെ, അങ്ങനെ പറഞ്ഞു പോലുള്ള ചങ്കൂറ്റം എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവണം. ഞാൻ പറയുന്നു, പഠിച്ച് ഒരു നിലയിൽ എത്തിയതിന് ശേഷമേ ഈ സിനിമയിലോട്ട് എൻ്റർ ആവുള്ളൂ എന്ന് ഞാൻ പറയണേ. ഇനി ആയാലും ഭാവിയിലോട്ട് പെൺപിള്ളേർ സിനിമയിൽ പോകുമ്പോൾ അച്ഛനും അമ്മയായിട്ട് പോവുക. ഒരാൾ റൂമിലോട്ട് ചെന്നാൽ ഉടനെ അച്ഛനും അമ്മയും ഉടനെ കുഞ്ഞുങ്ങളെ റൂമിലോട്ട് വിടുകയല്ല ചെയ്യേണ്ടത്. അച്ഛനും അമ്മയും ഒരുമിച്ച് കയറണം. സംസാരിക്കുന്നതൊക്കെ എന്തെന്നറിയണ്ടേ? കുഞ്ഞുങ്ങളോട് എന്താ സംസാരിക്കുന്നത്, അവരെന്താ സംസാരിക്കുന്നത്? മോശമായിട്ട് സംസാരിച്ച അച്ഛനും അമ്മയും അപ്പം പ്രതികരിക്കാം. ഈ കുഞ്ഞ് മാത്രമേ പ്രതികരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? കുഞ്ഞ് പിന്നെ മിണ്ടത്തില്ല. അയ്യോ, പുറത്തിറങ്ങി വന്ന അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്തോ ഓർക്കും, പിന്നെ അവർ നാളെ എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കത്തില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. കൊച്ചിന് മനസ്സിലിങ്ങനെ ഇരിക്കും. മനസ്സിലായോ? അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നതല്ല. ഒരു കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വിചാരിക്കണം ഇപ്പോൾ വന്ന് കുറ്റം ആരോപിച്ച ആൾക്കാരുകളെല്ലാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെല്ലാം 10-15 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പോഴത്തേക്ക് അവരുടെ പ്രായം നിങ്ങൾ നോക്കണം. അവരുടെ മക്കൾ വളർന്ന് കൊച്ചുമക്കളൊക്കെ ആയി ജീവിക്കുന്ന കാലമാണ് ഇപ്പം. ആ സമയത്ത് വന്നിട്ട് അവർ ഈ ആരോപണം ചെയ്തത് അത് എന്താ പറയണേ, കറക്റ്റാണെങ്കിൽ ശിക്ഷ കിട്ടട്ടെ. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവം അവരെ ശിക്ഷിക്കട്ടെ. എന്തായാലും നമ്മൾ ഈ പറയുന്നത് നരകവും സ്വർഗവും എല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്താലും കർമ്മ അതിവിടുന്ന് നമ്മൾ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. നിരപരാധികളെ പിന്നെ സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, പല സ്ത്രീകൾ എല്ലാം വന്ന് ചോദിച്ചവരെല്ലാം പല രീതിയിലാണ് സംസാരിക്കുന്നത്. ഞങ്ങളോട് അങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഞങ്ങളുടെ നേരെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് മുന്നേ ഉള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ എല്ലാവരും ഉണ്ടാകാത്തവരൊന്നും ആരുമില്ലെന്നേ. അതിനെ ധരണം ചെയ്യണം. നോ എന്ന് പറയുന്നിടത്ത് പിന്നെ നമ്മൾ അതിനായിട്ട് ശ്രമിക്കുക. നമുക്ക് വിധിച്ചിട്ടുണ്ടോ നമ്മുടെ ദൈവം എവിടെ കൊണ്ടെത്തിക്കണമെന്ന് നമ്മൾ വരും. നമ്മളതിന് വിധിച്ചിട്ടില്ലേ, നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ എത്തൂല. ഇതിനൊക്കെ ഒരു ഭാഗ്യം, കഴിവ്, അതാണ് ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ കണ്ടത്. എത്രയോ ആൾക്കാർ വരാൻ ആഗ്രഹിച്ചിട്ട് അങ്ങ് എത്താൻ പറ്റുന്നില്ല.
അത് ദൈവം അവർക്ക് അവിടെ വിധിച്ചിട്ടുണ്ടെങ്കിലേ വരാൻ പറ്റുള്ളന്നേ. അത് എല്ലാവർക്കും ഇപ്പോൾ ഒരു വേഷം വന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെ മാറുന്നത്, അവർക്കൊരു വേഷം കിട്ടിയില്ല, അവർക്ക് ഒന്നും സിനിമയിലൊന്നും ആകാൻ പറ്റിയില്ല. പിന്നെ ഉള്ളിൽ ചില ആൾക്കാരുടെ ഉള്ളിൽ പ്രതികാരം കയറും, ഫ്രസ്ട്രേഷൻ നമുക്ക് കയറും എന്തെങ്കിലും തരത്തിൽ. എനിക്ക് എൻ്റെ ആ സമയത്തായിരിക്കും ആരെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നെ ചെയ്യും? ഇപ്പോൾ ഈ സർക്കാർ ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ WCC ഇങ്ങനെ കൊടുത്തപ്പോൾ ഞങ്ങളുടെ അമ്മയിലുള്ള ഒരംഗത്തിൻ്റെയും അവിടെ പോയിട്ടില്ല. ഏതാ പെണ്ണുങ്ങളുടെ ഞങ്ങളാരെയും വിളിച്ചിട്ടില്ല, ഹേമ കമ്മിറ്റി വിളിച്ചിട്ടില്ല, ഇല്ല. ഇത് കംപ്ലീറ്റ് എനിക്ക് പോയിരിക്കുന്നത് എല്ലാം യൂണാർട്ടിസ്റ്റുകളാണ് പോയിരിക്കുന്നത് പരാതികൾ. മനസ്സിലായോ? യൂണാർട്ടിസ്റ്റിനും പെണ്ണുങ്ങളല്ലേ അങ്ങനെ പീഡിപ്പിക്കപ്പെടാൻ പാടുണ്ടോ? പാടില്ല. സ്ത്രീകളാണ് അവർ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ ആർട്ടിസ്റ്റല്ലായിരിക്കാം, പക്ഷെ അവർ ചെയ്യാൻ പാടില്ല. തെറ്റാണ്. തെറ്റ് തന്നെ നമ്മൾ പറയും. നമ്മൾ തെറ്റ് ചെയ്തവരുടെ സപ്പോർട്ട് ഞാൻ നിൽക്കത്തില്ല. അവർക്കറിയാം ഞാൻ കറക്റ്റായിട്ട് പ്രതികരിക്കുന്ന ആളാണ്. നമ്മളത് ജീവിതയോടൊപ്പം തന്നെയാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള തെറ്റാണ്, ശിക്ഷ കിട്ടണം അവർക്ക്. അതല്ല ഇവിടെ പിടിക്കണം, കൊടുക്കണം ശിക്ഷ. തെറ്റാണെങ്കിൽ തിരിച്ചും ശിക്ഷ കൊടുക്കണം. അതേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അതാണ്. അപ്പം ഞങ്ങൾ ഇത്രയും 222 സ്ത്രീകളുണ്ട്. ഞങ്ങളെ ആരെയും ഒരു കമ്മീഷനും വിളിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒന്നും ഒരു അഭിപ്രായം ആരും എടുത്തിട്ടുമില്ല. ഒന്നും എടുത്തിട്ടില്ല. ഇനി ഞാൻ അറിയാതെ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് ഇത് രാവിലെ നിങ്ങളിത് എയറിൽ വിട്ട് കഴിഞ്ഞാൽ നാളെ ഇത് എനിക്കെതിരെ നമുക്കിത് ആൾക്കാർ കംപ്ലൈൻറ്റ് പറയും. അപ്പോൾ ആരെങ്കിലും പറയും ഞങ്ങൾ പറഞ്ഞായിരുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ സ്ത്രീകളാരും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. സിനിമയിലിപ്പം ഈ നമ്മുടെ അമ്മ സംഘടനയിലെ സ്ത്രീകളെ ആരെയും വിളിച്ചിട്ടില്ല. അല്ലാതെ കുറേ ആൾക്കാരാണ് പോയിട്ട് പറഞ്ഞു. ഒരു പെണ്ണിറങ്ങിയിട്ട് നാളെ ഞാൻ നിങ്ങളുടെ പേര് ചൂണ്ടിക്കാണിക്കുകയാണ്, നിങ്ങളോട് എനിക്ക് വൈരാഗ്യമുണ്ട്, എനിക്കത് തീർക്കണം, നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ അന്ന് എന്നെ നിങ്ങൾ പ്രതിക്കൂട്ടില്ല. അതാണിപ്പോൾ കാലം. ഒരു പെണ്ണ് പറഞ്ഞാൽ തീരും അവിടെ. ഒരാണിൻ്റെ ലൈഫ് തീരുവാ. ഞാൻ പറയാ, തിരിച്ച് പെണ്ണുങ്ങളുടെ ലൈഫ് പോകുന്നവരുമുണ്ട്, അത് ഓർക്കണം. ആണ് കാരണം പെണ്ണിൻ്റെ ലൈഫ് പോകുന്നവരുമുണ്ട്, തിരിച്ച് പെണ്ണ് കാരണം ആണിൻ്റെ ലൈഫും പോകുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയായിരുന്നു, ഇത് കുറ്റം ചെയ്ത ആരാണേലും ശിക്ഷ അനുഭവിക്കണം. അതല്ല അവർ കുറ്റം ചെയ്ത് ഞാൻ നിരപരാധിയാണെന്ന് അവർ തെളിഞ്ഞാൽ ഇവർ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കർശന നിയമം കൊടുക്കണം. ഞാനതാ പറയുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു നിയമം നമ്മളുടെ രാജ്യത്തില്ലെന്നാണ് എൻ്റെ. അല്ല, നിയമങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റാണ്, ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരാണ് ഭരിക്കുന്നത്. തീർച്ചയായും നിയമങ്ങൾ അവർ കൊണ്ടുവരും. അവർ ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നില്ലേ? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു. ഞാൻ ചെയ്തത് WCC ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തിയത് നല്ല കാര്യം തന്നെ അവർ ചെയ്തേ. അവരൊരിക്കലും കുറ്റപ്പെടുത്തിയില്ല ഞാൻ പറയണേ. ഞങ്ങൾ WCC ഞാൻ വേറെ കാണുന്നില്ല, അവർ ഞങ്ങളുടെ സംഘടനയിലുള്ള ആൾക്കാരാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സഹോദരിമാർ തന്നെയാണ് അവർ. അവർ WCC തുടങ്ങിയപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അവർ ഞങ്ങളെ അതിലോട്ട് വിളിച്ചില്ല. നമ്മളെ വിളിക്കണ്ടേ? നമ്മളെ കൂടി വിളിക്കണ്ടേ? ഞങ്ങളിങ്ങനെ തുടങ്ങി കേട്ടോ. ഇത് ഈ WCC തുടങ്ങുന്ന സമയത്ത് മമ്മൂക്കയാണ് ആദ്യം പറയണത്, അതെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഘടന തുടങ്ങുക, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ്. മമ്മൂക്ക അതിന് സപ്പോർട്ട് തന്നെയാണ്. അമ്മ മീറ്റിംഗ് അന്ന് പാർവതി അവരാരും പുറത്ത് പോയിട്ടില്ല. എന്നിട്ട് പിന്നെ ഇവർ ഈ സംഘടന രൂപീകരിച്ചപ്പം അന്ന് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരെ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളെ കൂടെ അതിനകത്ത് ചേർക്കണ്ടേ? 1. 2 ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ അതിനകത്ത് ഉണ്ടായിട്ട് ഞങ്ങളെ ചേർക്കാതെ ഞങ്ങളുടെ സ്ത്രീകൾക്കൊരു ബുദ്ധിമുട്ടും വിഷമം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ സംഘടനയിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ സഹായിച്ചിട്ടുള്ളത്. ഇവർ പുറത്ത് പോയിട്ട് ഒരു സംഘടന രൂപീകരിച്ചിട്ട് ഇവർ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു പെണ്ണിൻ്റെ കണ്ണുനീര് ഒപ്പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇവർ എന്തെങ്കിലും കാര്യത്തിൽ മുൻകൈ എടുത്തിട്ടില്ല. മുൻകൈ എടുത്തത് ഇപ്പോൾ ഈ പറയുന്ന സെറ്റിൽ പീഡിപ്പിച്ചു അല്ലെ ഇങ്ങനെ പ്രശ്നങ്ങളുടെ കാര്യം പറയാണ്ട് അവർ ഇത് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. ആ ഒരു സംഭവം മാത്രമാണ് അവരിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാം, അല്ലെ ഒരാളെ ഒന്ന് സഹായിക്കാം, ആ ചേച്ചിക്ക് അവിടെ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാനല്ലേ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, അല്ലെ എന്താ ആ ഒരു കാര്യത്തിലൊന്നും അവരെ കണ്ടിട്ടില്ല. അവരുടെ ഒരുമയും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഞങ്ങളെ കൂടെ എല്ലാവരും കൂടെ ചേർക്കാമായിരുന്നല്ലോ അവർക്ക് അതിനകത്ത്. എന്തുകൊണ്ട് ഞങ്ങളെ ചേർത്തില്ല?
അവരിപ്പോൾ പറയുന്നതല്ലേ പ്രേക്ഷകർക്ക് അറിയത്തുള്ളൂ, ജനങ്ങൾക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾ കൂടെ അതിനകത്ത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൂടെ പറയാമല്ലോ. ഇപ്പം അമ്മയിലെ കാര്യം എനിക്ക് പറയാൻ പറ്റുന്നത് എന്താ? ഞാൻ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ്. WCC ഞാനില്ല അതിനകത്ത്. ഞങ്ങൾ ആരും സിനിമ 222 സ്ത്രീകൾ അമ്മയിലുണ്ട്. അവരാരും WCC ഇല്ല. ഭൂരിപക്ഷം അമ്മയിലാണ് പെണ്ണുങ്ങൾ കൂടുതലുള്ളത്. അപ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു ചീത്തപ്പേരാകുന്ന രീതിയിലാണ് ഈ രാത്രി മൊത്തം വന്നിരിക്കുന്നത്. അല്ല, ഈ പെണ്ണുങ്ങളെല്ലാം പീഡിപ്പിച്ചു, ബുദ്ധിമുട്ടിച്ചു, അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് എല്ലാ സ്ത്രീകളെയും കൂടെ മൊത്തം ബാധിച്ചിരിക്കുക. എന്നിട്ട് ആൾക്കാർ ആവശ്യത്തെ കമൻസും, ആൾക്കാർ പെണ്ണുങ്ങളെ ഒരു മോശ രീതിയിലൊക്കെയാണ് സിനിമ ആർട്ടിസ്റ്റുകളെ അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അയ്യോ, ഇങ്ങനെയാണോ സിനിമയിൽ, ഇവരൊക്കെ സിനിമാ നടികളൊക്കെ ഇങ്ങനെയാണോ ആയത് എന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ സിനിമ നല്ല നല്ല പടങ്ങളൊക്കെ ചെയ്ത് ഒരു 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 മാറ്റമൊക്കെ ഉണ്ടാക്കി എല്ലാ സ്റ്റേറ്റും നമ്മളെ ഉന്നം നോക്കുന്ന സമയത്താണെന്ന് വിചാരിച്ചോണം. നമ്മൾ ഇവർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം വന്നത് നമ്മുടെ സ്റ്റാർസും നമ്മുടെ ആൾക്കാരുകളെല്ലാം എന്താ പറയുക, മൊത്തം നമുക്ക് ഷെയിമായില്ലേ. പല ബോംബെ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും ഇതിനെപ്പറ്റി വലിയ ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ഡിബേറ്റ്സ് കേരള ഇൻഡസ്ട്രിയിൽ ഇത് വേൾഡ് ലെവലിലോട്ട് പോകും. ഈ ന്യൂസ് അങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ ഇത് ഇങ്ങനെ കാണുന്ന കണ്ടിട്ട്. അപ്പം മലയാള സിനിമ നമ്മുടെ ഇന്ത്യയിൽ ഷാരൂഖ് ഖാൻ ആയാലും അവരായാലും ഒക്കെ അഭിനയം എന്താണ് മലയാളത്തിൽ പോകണം, മലയാളത്തിലാണ് നല്ല ഇതുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അത്രയും മലയാളികളെ അത്രയും സപ്പോർട്ട് ചെയ്യുകയും മലയാളികളെ അത്രയും നോക്കി ആരാധനയോടെ നോക്കിയിരുന്ന ഇൻഡസ്ട്രിയാണ് മറ്റു പല തെലുങ്ക്, ഹിന്ദി, കന്നഡ, തമിഴ് എല്ലാം. അപ്പം നമ്മളിവിടെ പോയി അപ്പോൾ നോക്കുമ്പോൾ അയ്യോ അതിനകത്തെ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണോ, അവിടുത്തെ പെണ്ണുങ്ങൾക്കെല്ലാം ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെയാണോ അവരിങ്ങനെയൊക്കെ പടങ്ങൾ ചെയ്തേ? ഇതാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഓരോന്നിൻ്റെ കമൻറ്റ് കാണുമ്പോൾ അവരെഴുതുന്നതാ, ഓഹോ അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ, അവിടെ ഇതാണല്ലേ പരിപാടി, ഇതാണല്ലേ. ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ ചങ്ക് താർന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ സംഘടനയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ. ഞങ്ങളുടെ സംഘടന എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തത്, ഒരു കാര്യമെങ്കിലും നല്ലൊരു കാര്യം അവരെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇതല്ലാതെ തന്നെ വേറെ അവർ ചെയ്യുന്നൊന്നും ആരും പുറത്ത് പറഞ്ഞ് നടക്കാറില്ല. ഞാൻ പറഞ്ഞു ഇനി ജനത്തിന് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് അവരെ കൂടെ അറിയിപ്പിക്കണം, ഒരു വിശ്വാസം ഞാൻ പറയണേ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇത് ഇത്രയും കാര്യം വരുമ്പം ലാലേട്ടനൊക്കെ തലപ്പത്തുള്ളപ്പോൾ ലാലേട്ടനൊക്കെ എന്ത് സമ്മർദ്ദമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊക്കെ അറ്റാക്ക് വന്ന് മരിച്ചു പോയേനെ. ഞാൻ ആലോചിക്കുക ഞാൻ ആലോചിക്കുമത് ഇത്രയും ഈ 556 ആൾക്കാർക്ക് വേണ്ടി സമാധാനം പറയാൻ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് നമ്മൾ ഒരാൾ കാരണം പോലും നമുക്ക് ലാലേട്ടനൊന്നും നമുക്ക് വേണ്ടി ഒരിടത്തും ഷെയിം ആവരുതേ. അവരെവിടെയും നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ അവരിലൂടെയാണ് നമ്മളെ അറിയുന്നത്. അപ്പം നമ്മൾ അവരെയൊക്കെ അങ്ങനെ കാണുന്നുണ്ട്, അങ്ങനെ കണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? ഇപ്പോൾ നാളെ അവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വന്നാൽ അത് സത്യസന്ധമായ അതും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ആൾക്കാർ പറയില്ലേ? ആരെ പറ്റി പറയാൻ മേലാത്ത? ഉമ്മൻചാണ്ടി സാറിനെ പറ്റി. പാവം ഉമ്മൻചാണ്ടി സാർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഉമ്മൻചാണ്ടി സാറിനെ പോലും പറഞ്ഞില്ലേ? ഉമ്മൻചാണ്ടി സാറിനെ പോലും പറഞ്ഞ കേരളമാണ് നമ്മുടെ നാട്. അദ്ദേഹം ഒരിക്കലും അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. അപ്പം അങ്ങനെ എന്തുമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും. അതല്ലാന്ന് തെളിഞ്ഞപ്പോഴത്തേക്കും അതല്ല, അത് ചുമ്മാ പറഞ്ഞതായിരുന്നു. അയാളെ പൂട്ടിക്കാൻ വേണ്ടി പിന്നീട് വന്നു. അവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടിയോ? ഇതൊക്കെ എന്നാ സമൂഹം ചർച്ച ചെയ്യാത്ത? തിരിച്ചൊരു ശിക്ഷ കിട്ടാന്നുള്ളൊരു നിയമം നമ്മുടെ ഇതിൽ ഇല്ല എന്നുള്ളതാണ്. അല്ല, അതിന് നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ അതിന് നിയമങ്ങൾ എല്ലാത്തിനും. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ ഈ സർക്കാരല്ലേ മുന്നോട്ട് വെച്ചത് എല്ലാ കാര്യം. അത് കൊടുക്കണം. അത് കോടതിയിലെത്തി കോടതി വേണം നടപടിയെടുത്ത് അത് ചെയ്യാനായിട്ട്. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പം അടുത്ത ഒരു തലമുറ പലരും പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ എന്ന പേരുകളൊക്കെ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഉർവശി ചേച്ചി, ജഗദീഷ് ഏട്ടൻ, അവരുടെയൊക്കെ പേരുകൾ വരുന്നുണ്ട്. ഇനി അമ്മയുടെ അടുത്തൊരു ഫേസ് ഇവരായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും ചേച്ചിയുടെ ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു തോന്നൽ എന്തായിരിക്കും? ഈ അമ്മയുടെ അടുത്തൊരു സ്റ്റേജ് എന്തായിരിക്കും? 2 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ വിചാരം ഈ പുതിയ പിള്ളേരെ വിളിക്കാത്തതും അവരെ ക്ഷണിക്കാത്തതൊന്നും അല്ല അമ്മ. അല്ല, കഴിഞ്ഞ ഇലക്ഷനും എല്ലാ വർഷവും വിളിക്കുകയും എല്ലാ പ്രോഗ്രാം നടക്കുമ്പോൾ എല്ലാവരെയും വിളിക്കും. ആരും പകുതി പേരും ന്യൂജൻ ആൾക്കാരുകൾ വരുന്നില്ല, അവരായിട്ട് മാറി നിൽക്കുന്നത്. അമ്മ വിളിക്കാത്തതുമല്ല. ഈ പ്രാവശ്യം കുറേ ആൾക്കാരെ പിന്നെയും നമ്മൾ സിദ്ദിഖ് വന്നതിന് ശേഷം കുറച്ച് ആൾക്കാരെ വീണ്ടും അവർ ചേർത്തിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ജനറൽ ബോഡി കൂടണം. ജനറൽ ബോഡി കൂടി അവർ തീരുമാനിക്കട്ടെ. എനിക്ക് തന്നെ ഒരഭിപ്രായം അതിൽ പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ ചില ആൾക്കാരുകൾ ഉണ്ടെന്നുള്ളതുകൊണ്ട് അതെനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം അതെൻ്റെ മനസ്സിലെ കാര്യമാണ്. അതുപോലെ 100, 500 ഇത്ര ആൾക്കാർ അവർ തീരുമാനിക്കും ആര് പ്രസിഡൻ്റ് ആവണം, ആര് സെക്രട്ടറി ആവണം എന്ന അമ്മയിലെ മൊത്തം ആണും പെണ്ണും അടങ്ങുന്ന, ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന അതിലെ ആൾക്കാർ തീരുമാനിച്ച് അവർ വരട്ടെ. കാരണം നമ്മൾ ആഗ്രഹിച്ചാൽ അവർ വരണമെന്നില്ല. പിന്നെ നമ്മൾ വെറുതെ എന്തിനാണ് പറയുന്നത്? മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് വരട്ടെ. പിന്നെ തെറ്റുകുറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ചിലപ്പോൾ അമ്മ നടത്തിപ്പിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടാകും. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമുക്ക് ഞാൻ നല്ലതായിട്ട് നിൽക്കുന്ന സമയത്ത് എന്നെ വാഴ്ത്താനും പുകഴ്ത്താനും എന്നെ കൊണ്ടു നടക്കാനും ആൾക്കാരുണ്ട്. എനിക്കൊരു വീഴ്ച വന്നാലുണ്ടല്ലോ, എന്നെ അങ്ങ് പെടത്തിയിട്ടിട്ട് അതിന് മേലെ കുറേ കല്ലും എടുത്തിട്ട് അതിന് മേലെ വേണം ഒരു മതിലും പണി. അതാണ് ഒരു മനുഷ്യനായാലും സംഘടനയായാലും ജീവിതത്തിൽ വരുന്ന കാഴ്ചപ്പാട് ഞാൻ കാണുന്നത്. നല്ല സമയത്ത് നമ്മളെ വാഴ്ത്താനും സ്തുതിക്കാനും ആൾക്കാരുണ്ട്. നമുക്കൊരു വീഴ്ച വന്നാൽ നമ്മളെ താങ്ങാൻ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയാം ഞാൻ പ്രേക്ഷകരോട്, ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. ഇനിയും ഞങ്ങൾ ആ ധാരണയൊക്കെ മാറ്റും. ഞങ്ങളുടെ അമ്മ സംഘടന അതിശക്തമായിട്ട് പുതിയ പ്രസിഡന്റ് ഞാൻ പറഞ്ഞത്, പ്രസിഡന്റ് ആരാണോ പ്രസിഡന്റും പുതിയ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും വെച്ച് അമ്മ ശക്തമായിട്ട് പഴയതിലും അമ്മ പ്രവർത്തിക്കും. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ അമ്മയോടൊപ്പം തന്നെ എല്ലാവരും നിൽപ്പുണ്ട്. കാരണം എനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അതിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നും ആർക്കും എൻ്റെ ഒരു ഇഷ്ടത്തിൽ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാലേട്ടൻ്റെ ഇഷ്ടത്തിലൊന്നും ലാലേട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മമ്മൂക്കയുടെ ഇഷ്ടത്തിൽ മമ്മൂക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ 500 പേരുടെ ആൾക്കാരിൽ നിന്ന് കൈയടിച്ചാൽ മാത്രമേ അവിടെ ഒരു കാര്യം പാസ്സാവുള്ളൂ. അതാണ് അമ്മ, ഒരാളതല്ല അമ്മ. ഇത്രയും സംഘടനയുടെ ഇത്രയും ആൾക്കാരെല്ലാം കൂടെ ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങളത് കൈയടിച്ച് പാസ്സാക്കണം. നോ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യൂല, കൈവെക്കാൻ പറയും. അങ്ങനെയാണ് കൈവെക്കാൻ പറയും. വേണമെന്നുള്ളൊരു കൈവെക്കാൻ പറയും, കയ്യിൽ എണ്ണ എടുക്കും, എന്നിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ പറയത് അതാണ് അമ്മ അതിനുള്ളിൽ നടക്കുന്നവരപ്പോൾ എല്ലാവരും ഒരു സംശയം. ഈ അമ്മ താരങ്ങളെല്ലാം വരുമ്പോൾ അവിടെ എന്തോ വലിയ നിങ്ങൾ ആൾക്കാരെ അകറ്റിക്കോണം, ഈ പവർ ഗ്രൂപ്പ് എന്നൊരു പേര് തന്നെ വന്നിരുന്നു. അതിനകത്ത് അവരുണ്ട് ഇവരുണ്ട് മറ്റുണ്ട്. എന്ത് പവർ ഗ്രൂപ്പ്? ഞങ്ങൾക്ക് ഉള്ളൊരു പവർ ഗ്രൂപ്പും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പവർ ഗ്രൂപ്പ് ഞങ്ങളുടെ മമ്മൂക്കല്ല ലാലേട്ടനുമാണ്. ഇതിപ്പോ ചേച്ചി പോസിറ്റീവായിട്ട് പറഞ്ഞ വേറെ ആരുടെ അടുത്ത് മമ്മൂക്കല്ല ലാലേട്ടനും പവർ ഗ്രൂപ്പ്. ഞങ്ങൾക്ക് സിനിമയ്ക്ക് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ പവർ ഗ്രൂപ്പ് ഞങ്ങളെ അമ്മ ഒന്നും വേണ്ട, മമ്മൂക്ക ലാലേട്ടൻ മാത്രം. മമ്മൂക്ക ഞങ്ങൾ അടങ്ങുന്നതാണ് ഞങ്ങളുടെ പവർ ഗ്രൂപ്പ്. ഞങ്ങളുടെ അമ്മ സംഘടന അടങ്ങുന്നതാണ് ഞങ്ങളുടെ പവർ ഗ്രൂപ്പ്. പലയത്ത് പറയാനാ ഒന്നുമില്ല, ഇതൊക്കെ ചുമ്മാ പറയുന്നതേ പവർ ഗ്രൂപ്പ് എന്നൊക്കെ. അവരൊരു ഒരു ഇതിനെ മാനിക്കുന്നു. നമ്മുടെ പവർ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഒരു പവർ എന്ന് പറയുന്നത് ഞങ്ങളുടെ മമ്മൂക്ക ലാലേട്ടനാ. അവരുടെ കാലം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ മധുസാറിൻ്റെ ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കും. ലാൽ സാറൊക്കെ മധുസാറും മമ്മൂക്കയൊക്കെ മധുസാറൊക്കെ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ മമ്മൂക്കയൊക്കെ പോയിട്ട് കാലൊക്കെ തൊട്ട് മധുസാറിനെ ആ സ്നേഹം നമ്മുടെ കൊടുത്ത് കാരണവരെ പോലെ സ്നേഹിച്ച് ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാരാണ് അതിനകത്ത്. അല്ലാതെ ഒന്നുമല്ല. പിന്നെ മുമ്പേ പറഞ്ഞ സ്ത്രീകൾക്ക് സംസാരിക്കാൻ സമയം ഇഷ്ടം പോലെ കൊടുക്കാറുണ്ട്. ഈ സ്ത്രീകൾ ആരും അപ്പോൾ ഒന്നും പറയില്ല, കയറിയിട്ട് ഒന്നും പറയാറില്ല. പിന്നെ ഞാനൊരു പരാതി കമ്മിറ്റി അതിനകത്ത് ഉണ്ടാക്കിയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് പറയണം. ചിലപ്പോൾ പബ്ലിക്കായിട്ട് കയറിയെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്റേണൽ കംപ്ലൈൻറ്റ് അന്ന് പറഞ്ഞു. അത് നമ്മൾ അറിഞ്ഞ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ നമ്മൾ അറിയിക്കും. അതിനുള്ള പരിഹാരം അവരൊക്കെ കണ്ടെത്തും. അമ്മ തുടങ്ങിയ സമയങ്ങളിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ നമുക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനെ അതിൽ ഒരുപാട് കുറ്റങ്ങളുണ്ടാകും, കുറവുകളുണ്ടാകും. അമ്മ ഇങ്ങനെ ഓരോ തിരുത്തി ഓരോന്ന് മാറ്റി ഒരാൾ തെറ്റ് നമ്മൾ പറയുമ്പോഴല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതവർ മനസ്സിലാക്കി ഓരോ പ്രാവശ്യവും എന്തെങ്കിലും ബൈലോയിൽ മാറ്റം വരുത്തി അങ്ങനെ വരുത്തിയാണ് അമ്മ ഇത്രത്തോളം നമുക്ക് നിൽക്കുന്നതും. ഇന്ന് അമ്മയ്ക്കൊരു ആസ്ഥാന മന്ദിരം നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റിയതും എല്ലാവരുടെയും കഷ്ടപ്പാടാണ്. അത് മമ്മൂട്ടി മോഹൻലാലിൻ്റെ കഷ്ടപ്പാടല്ല. അമ്മ എന്ന് പറഞ്ഞ ആസ്ഥാന മന്ദിരം അവിടെ ഉണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും കഷ്ടപ്പാടിൻ്റെ അനന്തരഫലമാണ് അവിടെ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ സിനിമയിലൊരു പവർ ഗ്രൂപ്പിനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി പുറത്ത് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കതൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ സിനിമയ്ക്കുള്ള ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ മമ്മൂക്കലാലിൻ്റെ പേരേ പറയുള്ളൂ, അല്ല വേറെ ആരുമില്ല. ഞങ്ങളുടെ പവർ അവരല്ലേ.
അവരൊക്കെ ഞാൻ ചോദിക്കുന്ന വെച്ചാൽ അവരിലോട്ട് എത്ര ഇനി ഈ വരുന്ന തലമുറകൾക്ക് ഇനി അവരിലോട്ടൊക്കെ എത്തണമെങ്കിൽ എത്ര നാളവരെടുക്കണം? ഇനി ഞങ്ങളുടെ കഥാപാത്രം അവർ ചെയ്ത് വെച്ചാൽ ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. പറ. എത്ര അസാധ്യം എന്ന് പറയാം ഈ ഒരു ജനറേഷൻ. ഞാൻ ഓർക്കും മമ്മൂക്കി ആയാലും ലാലേട്ടനായാലും ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾ. സിബി സാറിൻ്റെ പുതിയ പടം റിലീസായി, മറ്റേ ഈ പടം ഞാൻ കണ്ടു. പൊന്നു സാറേ എല്ലാ പടവും ഇറക്ക്. കാരണം പിള്ളേർ ഇറങ്ങുന്നത് ഇത് എന്നാ പടവാ, പിള്ളേർ ചോദിക്കുക ഓരോ മൈക്ക് പടം എങ്ങനെ പടമുണ്ട്, ഇത് എന്നാ പടവാ. കാരണം ആ കുഞ്ഞുങ്ങൾ ഈ പടം ഇറങ്ങുമ്പോൾ ചെറുപ്പമായിരുന്നു. ഇപ്പോൾ ഇച്ചിരി വലുതായപ്പോൾ അവർ കാണുന്ന ലോകം ഭയങ്കര മറ്റേ അഴിപൊളി പടങ്ങളാണ്. ഈ പടം കണ്ടപ്പോഴേ പിള്ളേരൊക്കെ അത്ഭുതപ്പെട്ട്. ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന പടം, ഞാൻ സാറിൻ്റെ എല്ലാ പടവും ഇറക്കാൻ പറഞ്ഞ് സാറിനോട്. നല്ല സതയം, നമ്മുടെ നഗീസ് അബ്ദുള്ള, നമ്മുടെ മനസ്സിൽ വേറെ പടം മറ്റത്താഴെ ഇറങ്ങി. അങ്ങനെ കുറേ നല്ല സാറിൻ്റെ കുറേ നല്ല പടമുണ്ടല്ലോ, കമലദളം. സാറേ അതൊക്കെ ഇറക്ക്. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും എന്നാ അറിയോ, സെൻറ്റിമെൻറ്റ്സ് ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്കൊന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ ഞാനൊക്കെ വളർന്നൊരു സാഹചര്യമല്ല കുഞ്ഞുങ്ങൾ. ഇന്ന് അവരിന്നെല്ലാം ഉള്ള ലോകത്താണ് വളരുന്നത്. അറ്റാച്ച്മെൻറ്റ് മീൻസ് അറിയില്ല അധികം. അപ്പോൾ ഇപ്പോൾ വരുന്ന പടങ്ങളിലും വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ല. ഒരു ഫാമിലി ഇല്ലല്ലോ, അച്ഛൻ അമ്മ അമ്മൂമ്മ കാര്യസ്ഥൻ ഇതൊന്നും ഇല്ലല്ലോ. ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലേ, അതില്ല. അറ്റാച്ച്മെൻറ്റ് പടങ്ങളും കുറവാണ്. അപ്പോൾ എന്നാ ഈ നമ്മുടെ പടങ്ങളെല്ലാം അറ്റാച്ച്മെൻറ്റാണ്. ഏതാ സിബി സാറ്, ലോഹിത സാറ്, മറ്റേ ഇവിടെ എല്ലാ പടങ്ങൾ, സത്യനന്ദിക്കാട്, ഫാസിൽ സാർ, ഇവരുടെ പടങ്ങളെല്ലാം അറ്റാച്ചാണ്. അപ്പോൾ ഇത് പിള്ളേർ കാണും, പിള്ളേർക്ക് പറ്റുമെങ്കിൽ അറ്റാച്ചാവുക. ഇതെന്നാ പടവാ, പണ്ടത്തെ പടവേ ഞാൻ പറയുന്നേ. ഇപ്പോഴത്തെ പടം മോശമെന്നല്ല കേട്ടോ പറയുന്നത്. ഇതിനകത്ത് ഞാൻ അവരെ അല്ല, ഇപ്പോഴത്തെ പടം ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ടെക്നിക്കലായിട്ടും ഒക്കെ ഒരുപാട് സിനിമകൾ മാറി, നല്ല നല്ല പ്രമേയങ്ങൾ വരാൻ തുടങ്ങി, നല്ല നല്ല ഡയറക്ടർമാർ വരാൻ തുടങ്ങി. ഞാൻ ഫാമിലി അറ്റാച്ച്മെൻറ്റ് കാര്യമാണ് പറഞ്ഞത്, അത് ഇച്ചിരി കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ചേച്ചി നമ്മൾ ഒരുപാട് സംസാരിച്ചു. നമ്മൾ അമ്മ ടോപ്പിക്കിലേക്ക് കയറിയപ്പോൾ ചേച്ചി ഒരുപാട് വികാരാധീനമായി പ്രതികരിച്ചു. എനിക്കൊരു സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ടായിരിക്കാം ചേച്ചി ഇത്രയും ഒരു വേദനയോടുകൂടി പ്രതികരിച്ചത്. എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോട്ടെ, എല്ലാം അടിപൊളിയാവട്ടെ, എല്ലാം നന്നാവട്ടെ, തൊടുന്നതെല്ലാം പൊന്നാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.